സങ്കീർത്തനങ്ങൾ 44 അധ്യായം. പരാജിത ജനതയുടെ വിലാപം. ദൈവമേ, പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി. അവർക്കിടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു, ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു. ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം വന്നതുമില്ല. ശത്രുവിൻ്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി. അവർ ഞങ്ങളെ കൊള്ളയടിച്ചു. അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്ക് വിറ്റു. അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല. അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി. അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി. രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി. ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട്. ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ഛുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല. അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല. എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി മാറുകയോ ചെയ്തില്ല. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവൻ്റെ മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ? ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ. ഞങ്ങൾ അങ്ങയെ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു. അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുന്ന് ഉറങ്ങുന്നതെന്ത്? ഉണരണമേ. എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത്? ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത്? ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. സങ്കീർത്തനങ്ങൾ 45 അധ്യായം. എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ. നിന്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ, മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക. സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക. നിന്റെ വലത്തുകൈ ഭീതി വിതയ്ക്കട്ടെ. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചു കയറും. ജനതകൾ നിന്റെ കീഴിൽ അമരും. നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു.
ആകയാൽ ദൈവം, നിന്റെ ദൈവം, നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവംഗവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു. ദന്തനിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാദം നിന്നെ ആനന്ദിപ്പിക്കുന്നു. നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. ടയർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും. ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും. രാജകുമാരെ, സ്വർണ്ണ കസവുടയാട ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു. വർണ്ണശബളമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും.